വയനാട് ടൗൺഷിപ്പ് സന്ദർശന വിവാദത്തിൽ മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIMന്റെ സൈബർ പോരാളികൾ പോലും മമ്മൂട്ടിയെ ആക്ഷേപിച്ചു. മമ്മൂട്ടിക്കുണ്ടായ പ്രയാസത്തിൽ പരസ്യമായി ക്ഷമ ചോദിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്തോ ഇയാളെ അവമാനിച്ചു, മമ്മൂട്ടി ക്ഷുഭിതനായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ആദ്യമേ തന്നെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന വാർത്തകൾ അതിൻ്റെ ഭാഗമായി സാമൂഹ്യ മാധ്യമത്തിൽ മമ്മൂട്ടിയെ വലിയ തോതിൽ ആക്രമിക്കുന്നുവെന്നാണ്. എന്തൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണെന്ന് നോക്കണം. നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ നന്മ മാത്രം വിചാരിച്ച് കേരളത്തിൽ ഏറ്റവും മാതൃകാപരമായി പൂർത്തിയാക്കിയ ഒരു പരിപാടി കാണാൻ വേണ്ടി പോകുന്നു. അദ്ദേഹം ഗവൺമെൻറ്റിനെ അറിയിച്ചില്ല, രാഷ്ട്രീയ പാർട്ടികളെ അറിയിച്ചില്ല, ആരോടും ഡിസ്കസ് ചെയ്തിട്ട് പോയതല്ല. അദ്ദേഹത്തിന് സ്വന്തമായി പോകണമെന്ന് തോന്നി. സ്വാഭാവികമല്ലേ ഇത്? അങ്ങനെ ഒരുപാട് ആളുകൾ ചെന്നല്ലോ അവിടെ. എന്തിനാണ് അത് വിവാദമാക്കിയത്? ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥ, ചിലർ ഈ കാര്യത്തിൽ CPIMന്റെ സോഷ്യൽ മീഡിയ പോരാളികൾ വലിയ തോതിൽ മമ്മൂട്ടിയെ ആക്രമിച്ചുവെന്ന വാർത്തയാണ്. CPIMന്റെ ഈ സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായോ? മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും വരാറുണ്ട് എന്നത് നമുക്ക് ഏവർക്കും അറിയാം. ഏതായാലും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് CPIMന്റെ ഏതെങ്കിലും ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഈ ഘട്ടത്തിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സുചന്ദ്രൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. സുചന്ദ്രൻ, മമ്മൂട്ടി അറിയാത്ത ആളുകളല്ല മലയാളികൾ. മമ്മൂട്ടിയുടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള മഹത് പ്രവൃത്തിയൊക്കെ കണ്ട് സന്തോഷമുള്ള ആളുകളൊക്കെ തന്നെയാണ് മലയാളികൾ. കാലങ്ങളായി അദ്ദേഹത്തെ പിന്തുടരുന്ന ആൾക്കാരുമാണ് നമ്മളെല്ലാവരും. പക്ഷെ അന്ന് ആ മൊമെൻറ്റിൽ റഫീഖിനുണ്ടായ ഒരു സങ്കടം, അതിനെ ഏറ്റെടുക്കുകയായിരുന്നു കേരളം. അത് ഈ മമ്മൂട്ടിയെ ടാർഗറ്റ് ചെയ്തുള്ള ഒരു അധിക്ഷേപമായിരുന്നില്ല. പക്ഷെ പിന്നീട് അത് അതിലേക്ക് വഴിമാറുകയും ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്താണെങ്കിലും പരസ്യമായിട്ട് മമ്മൂട്ടിയോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. സേതു പറഞ്ഞു തന്നെയാണ് ശരി. റഫീഖിന് ഉണ്ടായ ഒരു സങ്കടത്തിൻ്റെതെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേർ അതിലിടപെട്ടു. പിന്നീട് അത് തികഞ്ഞ അധിക്ഷേപത്തിലേക്ക് വഴിമാറുകയും ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. ഏതായാലും അസാധാരണമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതായത് പിണറായി വിജയൻ നേരിട്ട് മമ്മൂട്ടിയോട് മാപ്പ് ചോദിക്കുകയാണ്. CPIMന്റെ ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് മമ്മൂട്ടി കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഞാൻ വ്യക്തിപരമായി ക്ഷമ ചോദിക്കുന്നെന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടു. അതായത് സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ ഒരു ഡിഫൻസീവ് സാഹചര്യം എപ്പോഴെങ്കിലും ഉണ്ടായാൽ ഇത്രയും വോക്കലായിട്ടൊന്നും നമ്മൾ മുഖ്യമന്ത്രിയെ കാണാറില്ല. പക്ഷേ മുഖ്യമന്ത്രി പരിധികളില്ലാതെ ഇപ്പോൾ മമ്മൂട്ടിയോട് മാപ്പ് തന്നെ പറയുന്ന, പ്രത്യക്ഷമായി തന്നെ മാപ്പ് പറയുന്നതാണ് നമ്മൾ കണ്ടത്. മമ്മൂട്ടി ആരാണെന്ന് നമുക്കറിയാം. പ്രത്യക്ഷമായി തന്നെ ഇടതുപക്ഷധാരയുമായി CPIMനോട് തന്നെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സാംസ്കാരിക വ്യക്തിത്വമാണ് അദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനശേഷിയുള്ള, ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന മലയാളത്തിൻ്റെ അഭിമാനമായ ഒരു കലാകാരന് വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാൻ ഏതായാലും CPIMും താല്പര്യപ്പെടുന്നില്ല. എക്കാലവും അദ്ദേഹം ഇടതുപക്ഷത്തോടും CPIMനോടും ചേർന്ന് നിന്നിട്ടുള്ള ആൾ തന്നെയാണ്. പാർട്ടി ചാനൽ ഉണ്ടായ കാലം മുതൽ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ആളാണ്. മമ്മൂട്ടിക്കുണ്ടായ പ്രയാസത്തിൽ താൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു എന്നാണ് ഇപ്പോൾ പിണറായി പറഞ്ഞിരിക്കുന്നത്. CPIMകാർക്ക് പോലും മമ്മൂട്ടിയെ തിരിച്ചറിയാതായോ എന്ന് പിണറായി ചോദിക്കുമ്പോൾ അതിനകത്ത് മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന ധ്വനി കൂടിയുണ്ട്. നന്മയെ തിരിച്ചറിയണം. കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരിൽ ഒരാളാണ് മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. എന്തും വിവാദമാക്കാൻ ശ്രമിച്ചവരാണ് ഈ സന്ദർശനത്തെയും വിവാദമാക്കിയത്. സർക്കാരെയോ പാർട്ടിയോ
അറിയിച്ചുകൊണ്ടായിരുന്നില്ല മമ്മൂട്ടിയുടെ സന്ദർശനം. അത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു. CPM വയനാട് ജില്ലാ സെക്രട്ടറിക്കെതിരെ KRFക്കെതിരെ മമ്മൂട്ടി നടത്തിയത് ഒരു സ്വാഭാവിക പ്രതികരണമാണ്. സംഭവം വിവാദമാക്കിയത് ക്യാമറയും ശരീരത്തിൽ വച്ച് നടക്കുന്നവരാണ്. മമ്മൂട്ടിക്കെതിരായ അധിക്ഷേപത്തിൽ CPMലെ ആർക്കെങ്കിലും പങ്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെങ്കിൽ അത് നമ്മളിപ്പോൾ കേട്ടതാണ്. ഞാൻ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു. മമ്മൂട്ടിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള അധിക്ഷേപവും നേരിട്ടിട്ടില്ല എന്ന് KRFീക്ക് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം മമ്മൂട്ടി ഒന്നല്ല പലതവണ KRFീക്കിനെ വിളിച്ചെന്നും അവർ തമ്മിൽ സംസാരിച്ച് ഈ വിഷയം സെറ്റിലായെന്നുമാണ് പിന്നെ കേട്ടത്. അതിനുശേഷം വലിയൊരു പങ്ക് CPM പ്രവർത്തകരും അനുഭാവികളും മമ്മൂട്ടിക്കെതിരെ ഇട്ട പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യുകയോ ഹൈഡ് ചെയ്യുകയോ ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ അപ്പോഴും പേരില്ലാത്ത ചില മുഖങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളിൽ നിന്നുമൊക്കെ മമ്മൂട്ടിക്കെതിരെ തരംതാണ ഭാഷയിലുള്ള അധിക്ഷേപം വന്നുവെന്നും അത് തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളത് ഓട്ടൊക്കെ ഇപ്പോൾ കെട്ടടങ്ങിയെങ്കിലും യാഥാർത്ഥ്യമാണ്. അവരെ ഒക്കെ ഒറ്റയടിക്ക് തള്ളിക്കളയുന്ന മമ്മൂട്ടിയെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിട ഉദ്ഘാടന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തുറന്നു കൊടുക്കുന്ന ചടങ്ങിലായിരുന്നു CMന്റെ ഈ പ്രതികരണം. സേതു. ഓക്കെ, ശരി. സുചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.